നമസ്കാരം. നമ്മളിന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ബ്ലാക്ക് ഹോൾ കോസ്മോളജി. അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏരിയയാണത്. അതായത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, നമ്മളെല്ലാവരും ഒരു വലിയ തമോഗർത്തത്തിനുള്ളിലാണോ ജീവിക്കുന്നത്? അതാണ് ചോദ്യം. ആ ഒരു സാധ്യത. അപ്പോൾ ഇത് പര്യവേഷണം ചെയ്യാൻ നമുക്ക് മുന്നിൽ ചില ഗവേഷണ പേപ്പറുകളുണ്ട്. പിന്നെ ഏറ്റവും പുതിയ 2025 ജെയിംസ് വെബ് ടെലസ്കോപ്പ് JWST അതിന്റെ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും. അതെ, JWST ഡാറ്റ വളരെ നിർണായകമാണിതിൽ. നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ അതിശയകരമായ ആശയം, അതിന്റെ സാധ്യതകൾ, പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കുക. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ആദ്യം തന്നെ എന്താണ് ഈ ബ്ലാക്ക് ഹോൾ കോസ്മോളജി എന്ന് ഒന്ന് സിമ്പിളായിട്ട് പറയാമോ? തീർച്ചയായും. അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ കാണുന്ന വളരെ വലിയ പ്രപഞ്ചമില്ലേ, ഈ കോടിക്കണക്കിന് ഗാലക്സികളും നക്ഷത്രങ്ങളുമൊക്കെയുള്ള ഇതെല്ലാം ഒരു പക്ഷേ ഇതിലും വലിയ ഒരു തമോഗർത്തത്തിന്റെ ഉള്ളിലായിരിക്കാം നിലനിൽക്കുന്നത്. അതാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു പുതിയ ഐഡിയ ഒന്നുമല്ല കേട്ടോ. 1972 രാജ്കുമാർ പത്രിയ എന്നൊരു ഫിസിസിസ്റ്റ്. 1972 തന്നെയോ? അതെ, അദ്ദേഹം ഇങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു തമോഗർത്തത്തിന് ഒരു ഇവന്റ് ഹൊറൈസൺ ഉണ്ടല്ലോ. അതെ അതെ. അതിനപ്പുറത്തേക്ക് ഒന്നിനും പോവാൻ പറ്റില്ല. കൃത്യം. പ്രകാശത്തിനു പോലും പുറത്തുവരാൻ പറ്റാത്ത ആ അതിർത്തി. അപ്പോ ഈ സിദ്ധാന്തം പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ പ്രപഞ്ചത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇവന്റ് ഹൊറൈസൺ ആയിരിക്കാമെന്നാണ്. അപ്പൊ നമ്മളൊരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളില് എന്താ പറയാ, ട്രാപ്ഡ് ആണെന്നാണോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ഭൂഗർത്തത്തിനുള്ളിലെ സാഹചര്യങ്ങളുമായിട്ട് ഒരുപക്ഷെ പൊരുത്തപ്പെടുന്നുണ്ടാവാം. അങ്ങനെ ചിന്തിക്കുന്നതാണ് ശരി. ഓക്കെ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബാങ് തിയറിയില്ലേ, മഹാവിസ്ഫോടനം, അതെ, അതിനൊരു ബദലായോ അല്ലെങ്കിൽ അതിനൊരു കൂട്ടിച്ചേർക്കലായോ ഒക്കെ വരാം. പിന്നെ ഇത് മൾട്ടിവേഴ്സ് എന്ന ആശയത്തിന്, അതായത് ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാവാം എന്ന ചിന്തയ്ക്ക് കൂടുതൽ സാധ്യത നൽകുന്നുണ്ട്. എങ്ങനെ? കാരണം ഓരോ തമോഗർത്തവും ഒരു പുതിയ പ്രപഞ്ചം തുടങ്ങാനുള്ള ഒരു വിത്തായിരിക്കാം. ആണോ? കൊള്ളാം. ശരി, ഇത് തിയറി. പക്ഷേ ഇതിന് തെളിവുകൾ വല്ലതും? അവിടെയല്ലേ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തങ്ങൾ വരുന്നത്? അതെ അതെ, അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ആകർഷകമാകുന്നത്. 2025 മാർച്ചില് ലിയോർ ഷമീർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം, ലിയോർ ഷമീർ, അവർ JWST ഡാറ്റ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഗാലക്സികളെ പഠിച്ചു. അവരുടെ കണ്ടെത്തൽ ശരിക്കും അതിശയകരമായിരുന്നു. ഈ ഗാലക്സികളിൽ ഭൂരിഭാഗവും അവ കറങ്ങുന്നില്ലേ, ആ കറക്കത്തിന് ഒരു പ്രത്യേക ദിശയിലേക്ക്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ചായവുള്ളതായിട്ട് അവർ കണ്ടു. എല്ലാ ഗാലക്സികൾക്കും ഏതാണ്ട് ഒരേ ദിശയിലാണോ കറങ്ങുന്നത്? ഭൂരിഭാഗം ഗാലക്സികൾക്കും ഒരു പ്രത്യേക ദിശയിലുള്ള കറക്കത്തിന് മുൻഗണനയുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇത് മന്ത്ലി നോട്ടീസസ് ഓഫ് ദ റോയൽ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റി എന്ന പ്രമുഖ ജേർണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ശരി, പക്ഷേ ഗാലക്സികൾ ഒരു പ്രത്യേക രീതിയിൽ കറങ്ങുന്നു എന്നത് അതെന്തുകൊണ്ടാണ് ഇത്ര വലിയ കാര്യമാകുന്നത്? അതൊരു വലിയ ചോദ്യമാണ് ശരിക്കും. കാരണം പ്രപഞ്ചം എല്ലാ ദിശയിലും ഒരുപോലെയാണ്, ഐസോട്രോപിക് ആണ് എന്നൊരു അടിസ്ഥാന ധാരണയുണ്ടല്ലോ നമുക്ക്. അതെ. ഈ കണ്ടെത്തല് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക കറക്കത്തിനുള്ള ചായ്വ്, അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മൊത്തത്തില് ഒരു വലിയ കറക്കത്തിന്റെ ഭാഗമായിരിക്കാം എന്നാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ കോസ്മോളജി സിദ്ധാന്തവുമായിട്ട് ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? അവിടെയാണ് കണക്ഷൻ. സിദ്ധാന്തം പറയുന്നത് നമ്മൾ ഒരു കറങ്ങുന്ന തമോഗർത്തത്തിനുള്ളിലാണെങ്കിൽ, ഒരു റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണെങ്കിൽ, അതിന്റെ സ്വാധീനം കാരണം ഗാലക്സികളുടെ കറക്കത്തില് ഇങ്ങനൊരു പൊതുവായ ദിശാബോധം കാണാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ കണ്ടെത്തൽ ശരിയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? പ്രത്യാഘാതങ്ങൾ എന്താ പറയാ, വളരെ വലുതാണ്. ഒന്ന്, നമ്മൾ കരുതുന്ന പോലെ ബിഗ് ബാങ് ഒരു പക്ഷേ പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ തുടക്കമായിരിക്കില്ല. തുടക്കമല്ലെന്നോ? അതെ, ഒരു പഴയ പ്രപഞ്ചം തകർന്നുണ്ടായതോ അല്ലെങ്കിൽ ഒരു തമോഗർത്തത്തിനുള്ളിൽ സംഭവിച്ച ഒരുതരം ബൗൺസ് കാരണമോ ആകാം നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ടത്. ഇൻട്രസ്റ്റിംഗ്. രണ്ടാമതായി, ഹൊറൈസൺ പ്രോബ്ലം എന്നൊരു വലിയ പ്രശ്നമുണ്ട് കോസ്മോളജിയിൽ. അതായത് പ്രപഞ്ചത്തിന്റെ അത്രയും ദൂരെയുള്ള, തമ്മിൽ കാണാൻ പോലും സമയം കിട്ടിയിട്ടില്ലാത്ത ഭാഗങ്ങൾക്ക് എങ്ങനെ ഒരേ താപനില വന്നു എന്നുള്ളത്. കേട്ടിട്ടുണ്ട്. നമ്മളൊരു മാതൃ തമോഗർത്തത്തിനുള്ളിലാണെങ്കിൽ ഈ താപനില ഒന്നായി വരാൻ ഒരു പക്ഷേ കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ടാവാം. അത് ആ പ്രശ്നത്തിനൊരു പരിഹാരമായേക്കാം. ശരി. മൂന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൾട്ടിവേഴ്സ് ആശയം, അത് കൂടുതൽ ശക്തമാകും. ഓരോ തമോഗർത്തവും ഒരു പ്രപഞ്ചമാണെങ്കിൽ സാധ്യതകൾ അനന്തമാണ്. പിന്നെ പ്രപഞ്ചത്തിലെ ദൂരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ, പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള ഘടന, ഇതൊക്കെ ഒരുപക്ഷെ മാറ്റി എഴുതേണ്ടി വന്നേക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ശരിക്കും ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണോ? ഇത് ഉറപ്പിക്കാറായോ? അയ്യോ ഇല്ലില്ല, അത്ര പെട്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഇതൊരു വളരെ ആകർഷകമായൊരു സിദ്ധാന്തമാണ്. അതിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അത്രയുള്ളൂ ഇപ്പോ. അതായത് JWST ഡേറ്റ ഒരു സാധ്യത കാണിക്കുന്നു. അതെ, പക്ഷേ ഷമീറിന്റെ കണ്ടെത്തലിന് മറ്റു വിശദീകരണങ്ങളും വരാം. ചില ശാസ്ത്രജ്ഞർ പറയുന്നത്
നമ്മൾ ഗാലക്സികളെ നിരീക്ഷിക്കുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഒരു പ്രത്യേക സ്ഥാനത്തു നിന്നാണല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്കങ്ങനെ തോന്നുന്നതാവാം, ഒരു ലോക്കൽ എഫക്റ്റ് ആവാം. അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ശരിയാണ്. അപ്പോ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇനി വേണ്ടത് കൂടുതൽ ഡേറ്റയാണ്. JWSTയിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ വരണം. അത് മറ്റു പല ശാസ്ത്രജ്ഞരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വെരിഫൈ ചെയ്യണം. അതുപോലെ ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററികളില്ലേ, ലൈഗോ പോലെയുള്ളവ. ഗുരുത്വാകർഷണ തരംഗങ്ങൾ. അതെ, അവയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് തമോഗർത്തങ്ങളുടെ രൂപീകരണവും പ്രപഞ്ചത്തിന്റെ വികാസവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമായി പഠിക്കാൻ പറ്റും. അങ്ങനെ പല ഭാഗത്തുനിന്നുള്ള തെളിവുകൾ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ സിദ്ധാന്തം നമ്മുടെ പ്രപഞ്ചത്തെ എത്രത്തോളം ശരിയായി വിശദീകരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ പ്രപഞ്ചം ഒരു തമോഗർത്തത്തിനുള്ളിലാണ് എന്ന ആശയം, അതിനെ ചിലപ്പോൾ പിന്തുണച്ചേക്കാവുന്ന JWSTയുടെ പുതിയ കണ്ടെത്തലുകൾ, എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന സംശയങ്ങളും മറ്റു സാധ്യതകളും, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ശരിക്കും നമ്മുടെ ചിന്തകളെ ഒന്ന് പിടിച്ചുകുരുക്കുന്ന ഒരു ഐഡിയ തന്നെ, അല്ലേ? തീർച്ചയായും. നിങ്ങൾക്കായിട്ടൊരു ചിന്ത കൂടി തരാം അവസാനം. പറയൂ. ഓരോ തമോഗർത്തവും ഓരോ പുതിയ പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാണെന്ന് കരുതുക. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ കോടിക്കണക്കിന് തമോഗർത്തങ്ങളുണ്ട്. ശരിയാണ്. അങ്ങനെയെങ്കിൽ അസ്തിത്വത്തിന്റെ, ഈ എക്സിസ്റ്റൻസിന്റെ യഥാർത്ഥ വ്യാപ്തി എന്തായിരിക്കും? നമ്മുടെ ഈ പ്രപഞ്ചത്തിനുള്ളിൽ തന്നെ നമുക്കറിയാത്ത മറ്റെത്രയെത്ര പ്രപഞ്ചങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം? ആലോചിച്ചു നോക്കൂ. അത് ശരിയാണ്. ചിന്തിക്കാൻ ഒരുപാട് ബാക്കിയുണ്ട്. എന്തായാലും ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ നിർത്താം. പ്രപഞ്ച